أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لكل أمة جعلنا منسكا هم ناسكوه فلا ينازعنك في الأمر وادع إلى ربك إنك لعلى هدى مستقيم. وإن جادلوك فقل الله أعلم بما تعملون. الله يحكم بينكم يوم القيامة فيما كنتم فيه تختلفون. ألم تعلم أن الله يعلم ما في السماء والأرض إن ذلك في كتاب إن ذلك على الله يسير. ويعبدون من دون الله ما لم ينزل به سلطانا وما ليس لهم به علم وما للظالمين من نصير. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹജ്ജിലെ 67 മുതൽ 71 കൂടി ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസികൂഹു ഫലാ യുനാസിഉന്നക ഫിൽ അംരി വദ്ഉ ഇലാ റബ്ബിക ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം. ലികുല്ലി ഉമ്മത്തിൻ, ഓരോ സമുദായത്തിനും ഉണ്ട്. ജഅൽന, നാം ഉണ്ടാക്കിയിട്ടുണ്ട്. മൻസകൻ, ഓരോ ആരാധനാക്രമം. ഓരോ സമുദായത്തിനും നാം ഓരോ ആരാധനാക്രമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഹും നാസിക്കൂഹു, അതിലാണ് അവർ ആരാധനകൾ അനുഷ്ഠിക്കുന്നത്. അവർ ആ നിലക്കാണ് ആരാധനകൾ അനുഷ്ഠിക്കുന്നത്. ഫലാ യുനാസിഉന്നക ഫിൽ അംർ, അതിനാൽ ഈ കാര്യത്തിൽ അവർ നിന്നോട് വഴക്കിടാൻ വരാതിരിക്കട്ടെ. ഈ കാര്യത്തിൽ നീയുമായി തർക്കത്തിന് അവർ വരാതിരിക്കട്ടെ. വദ്ഉ, നീ ക്ഷണിക്കുക. ഇലല്ലാഹി, ഇലാ റബ്ബിക, നിൻ്റെ റബ്ബിലേക്ക് അവരെല്ലാം നീ ക്ഷണിക്കുക. ഇന്നക, തീർച്ചയായും നീ, ലഅലാ ഹുദൻ മുസ്തഖീം, ചൊവ്വായ നേരെയായ നേർമാർഗത്തിലാകുന്നു, വക്രതയില്ലാത്ത നേർമാർഗത്തിലാകുന്നു താങ്കൾ. വൈൻ ജാദലൂക്ക, ഇനി അവർ നീയുമായി തർക്കത്തിന് വരികയാണെങ്കിൽ, നീയുമായി തർക്കിക്കുകയാണെങ്കിൽ, ഫഖുൽ, അപ്പോൾ നീ പറയുക, അല്ലാഹു അഅലമു ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അറിയുന്നുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നുണ്ട് എന്ന് താങ്കൾ അവരോട് പറഞ്ഞേക്കുക. അല്ലാഹു യഹ്കുമു ബൈനക്കും യൗമൽ ഖിയാമ, അല്ലാഹു യഹ്കുമു, അള്ളാഹു വിധി പറയും, ബൈനക്കും, നിങ്ങൾക്കിടയിൽ, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, നിങ്ങൾക്കിടയിൽ അള്ളാഹു അന്ത്യനാളിൽ വിധി പറയും. ഫീമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഏതൊരു വിഷയത്തിലാണോ തർക്കിച്ചിട്ടുള്ളത്, നിങ്ങൾ ഏതൊരു വിഷയത്തിലാണോ ഭിന്നിച്ചിട്ടുള്ളത്, ആ ഭിന്നിച്ച വിഷയത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ വിധി പറയുന്നതാണ്. അലം തഅലം, താങ്കൾ കാണുന്നില്ലേ, അന്നല്ലാഹ യഅലമു, അള്ളാഹു അറിയുന്നു എന്നുള്ളത്, മാഫിസ്സമായി വൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് താങ്കൾക്കറിയില്ലേ. ഇന്ന ദാലിക ഫീ കിതാബിൻ, തീർച്ചയായും ഇതെല്ലാം ഗ്രന്ഥത്തിലുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. പടച്ച തമ്പുരാനെക്കുറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ എളുപ്പമാണ്.
അപ്പോൾ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അവർ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്നു. യഅ്ബുദൂന, അവർ ആരാധിക്കുന്നു, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ. മാലം യുനസ്സിൽ ബിഹി സുൽത്താൻ, അവർക്ക് യാതൊരു വിധത്തിലുള്ള അറിവുമില്ലാത്ത വസ്തുക്കളെ, അവർക്ക് ഒരു നിലക്കും തെളിവ് കിട്ടിയിട്ടില്ലാത്ത വസ്തുക്കളെ, ഒരു സുൽത്താൻ ഇല്ലാത്ത വസ്തുക്കളെ അവരാരാധിക്കുന്നുണ്ട്. വമാ ലൈസ ലഹും ബിഹി ഇൽമ്, അതിനെപ്പറ്റിയാകട്ടെ അവർക്ക് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. അവർക്കൊരു പ്രമാണമില്ലാത്ത, അതേപോലെ തന്നെ അവർക്ക് യാതൊരു വിവരവുമില്ലാത്ത വസ്തുക്കളെയാണ് അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്നത്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്നു. മാലം യുനസ്സിൽ ബിഹി സുൽത്താനൻ, അവർക്ക് ഒരു വിധത്തിലുള്ള പ്രമാണവും ഇറക്കി കിട്ടാത്ത വിഷയത്തിൽ. വമാ ലൈസ ലഹും ബിഹി ഇൽമുൻ, അവർക്കാകട്ടെ ഒരു വിവരവുമില്ലാത്ത വിഷയത്തിൽ. വമാ ലിദ്ദാലിമീന മിൻ നസീർ, അക്രമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സഹായിയും ഒരിക്കലും ഉണ്ടാവുകയില്ല. അക്രമികൾക്ക് ഒരു സഹായിയെയും ലഭിക്കുകയില്ല. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളിൽ എന്തൊക്കെ തരത്തിലുള്ള വസ്തുവകകളെ ഒരുക്കിയിട്ടുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ഇവിടെ പൊതുവായ ഒരു ധാരണ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുക. ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസിക്കൂ, എല്ലാ സമുദായങ്ങൾക്കും അവർക്ക് ഓരോ ആരാധനാക്രമങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ആരാധനാക്രമങ്ങളാണ് അവർ അനുഷ്ഠിക്കുന്നത്, അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ മൻസക്ക് എന്ന് പറയുന്നത് അധിക വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ളത് അത് അറവുമായി ബന്ധപ്പെട്ടതാണെന്ന്, ബലി ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട സംഗതിയാണ് എന്ന്. അപ്പം അതിന് ഓരോന്നിനും ഓരോരുത്തർക്ക് ഓരോ രീതി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ല മൻസക്ക് എന്ന് പറയുന്നത് എല്ലാ ആരാധനകൾക്കും നുസ്ക് എന്നുള്ള പദത്തിൽ നിന്നാണ് അത് വന്നത് എന്നും, നുസ്ക് എന്ന് പറഞ്ഞാൽ ആരാധന എന്നാണ്. അപ്പോൾ ഏത് ആരാധനക്കും അത് പറയാമെന്നും പൊതുവെ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എല്ലാ ആരാധനകളും നിർവഹിക്കാനുള്ള ഓരോരുത്തർക്കെതിരായ ആരാധനാക്രമങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശനിയാഴ്ച ആയിരുന്നല്ലോ മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ പോകാനുള്ള ദിവസമായിട്ട് ബനു ഇസ്രായേലിന് അള്ളാഹു ഒരുക്കി കൊടുത്തത്. സത്യവിശ്വാസികൾക്ക് മുസ്ലിം ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വെള്ളിയാഴ്ചയാണല്ലോ ആരാധനാക്രമങ്ങൾ ഒരുക്കി കൊടുത്തത്, ഞായറാഴ്ചകളിൽ ഒരുക്കി കൊടുത്ത ആളുകളുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ പല സമുദായങ്ങൾക്കും പല തരത്തിലുള്ള ദിവസങ്ങളും കാര്യങ്ങളും രൂപങ്ങളും ഒക്കെ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഹും നാസിക്കുഹു, അവരത് അനുഷ്ഠിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഫലാ യുനാസിഉനക ഫിൽ അംർ, കാര്യങ്ങൾ നീയുമായി അവർ തർക്കിക്കാൻ വരരുത്. ഞങ്ങളതാണ് ശരിയെന്ന് പറയരുത്. കാരണം നിങ്ങളുടേത് കഴിഞ്ഞിട്ട് അവരുടേതൊക്കെ കഴിഞ്ഞിട്ട് അതിൽ പല തെറ്റുകുറ്റങ്ങളും വന്നതിന് ശേഷം കൈക്കടത്തലുകൾ വിധേയമായതിനു ശേഷം അള്ളാഹു പുതിയ നിയമവ്യവസ്ഥകൾ കൊണ്ടുവന്നതാണ്. അത് അവരും അനുകരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി തർക്കിക്കേണ്ടതില്ല. വധുഇലാ റബ്ബിക, അതിൻ്റെ റബ്ബിലേക്ക് അവരെ ക്ഷണിക്കുക. ഇതാണ് ചൊവ്വായ മാർഗം. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ചൊവ്വായ മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ആ മാർഗത്തിലേക്ക്, ശരിയായ പാതയിലേക്ക് അവരെ ക്ഷണിക്കുക. ഇന്നക ലഅലാ ഹുദം മുസ്തഖീം, താങ്കൾ നേർമാർഗത്തിലാണ്, ചൊവ്വായ മാർഗത്തിലാണ്, നേരെ ചൊവ്വയുള്ള മാർഗത്തിലാണ് താങ്കളുള്ളത്. അതുകൊണ്ട് ആ മാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കാം. ഇനി അതിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്, വൈൻ ജാതലൂക്ക, അവർ താങ്കളുമായി തർക്കിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഫഖുലില്ലാഹു അഅലമു, അള്ളാഹു അറിയുന്നു, ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം അവരോട് പറഞ്ഞത്. പടച്ചവനറിയാം നിങ്ങളുടെ പ്രവർത്തനം, അതുകൊണ്ട് നിങ്ങൾ ഞാനുമായി തർക്കിക്കാൻ വരരുത് എന്ന് അവരോട് പറഞ്ഞു ഒഴിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. എന്നിട്ട് ഇതുകൂടി പറയുന്നു, അല്ലാഹു യഹ്കുമു ബൈനക്കും യൗമൽ ഖിയാമത്തി ഫീമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഭിന്നിച്ചു നിന്ന വിഷയത്തിൽ, നിങ്ങൾക്ക് തർക്കിച്ചു നിന്ന ഭിന്നിച്ചു നിന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അന്ത്യനാളിൽ വിധി പറയുന്നതാണ് എന്നുകൂടി അവരോട് പറഞ്ഞേക്കുക. അവർ തർക്കിക്കുന്നത് വിരോധിക്കുകയാണ് ഈ സൂക്തത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത്. അവർ തെളിവുകൾ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല, അവർ ജിദാല് നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞേക്കുക, തെളിവുകൾ നിരത്തിയ ശേഷം ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ പിന്നീട് നിങ്ങളുമായി ഈ രൂപത്തിലുള്ള സംസാരത്തിന് ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് വേണ്ടത്. അലം താലം അന്നല്ലാഹലോ മാഫിസമായി വല്ലറും, ആകാശത്തിലും ഭൂമിയിലുമുള്ളത് മുഴുവൻ അള്ളാഹുവിനറിയാം എന്ന് താങ്കൾക്കറിയില്ലേ? ഇന്നദാലിക ഫീ കിതാബിൻ, തീർച്ചയായും ഇതൊക്കെ ഗ്രന്ഥത്തിലുണ്ട്. ഇന്നദാലിക അലല്ലാഹി യസീർ, അത് അള്ളാഹുവിനുള്ള ഒരു എളുപ്പമുള്ള സംഗതികളാണ്. ഇതൊക്കെ തന്നെ ആകാശത്ത് നടക്കുന്ന എല്ലാ സംഗതിയും ഭൂമിയിലുള്ള എല്ലാ സംഗതിയും അള്ളാഹ്ക്ക് രേഖപ്പെടുത്താൻ ഒരു പണിയില്ല. അള്ളാഹുവിൻ്റെ സജ്ജരായ അടിമകൾ അതെല്ലാം പകർത്താൻ തയ്യാറായി ഇവിടെ നിൽക്കുന്നുണ്ട്. വയാബുദൂന മിൻ ദൂനില്ലാഹി മാലം യുനസ്സിൽ ബിഹി സുൽത്താൻ. അള്ളാഹു ഒരു നിലക്കുള്ള പ്രമാണവും നൽകിയിട്ടില്ലാത്ത, ഇറക്കി കൊടുത്തില്ലാത്ത വസ്തുക്കൾ അവരെ ആരാധിക്കുന്നു. വമാ ലൈസ ലഹും ബിഹി ഇൽമ, അവർക്കതിനെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. വമാ ലിദ്ദാലിമീന മിൻ നസീർ, അക്രമികൾക്ക് ആരും ഒരു സഹായവുമില്ല. അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ സ്ഥിതി, എന്തെങ്കിലും ഒരു പ്രമാണം അവർക്ക് അതിനെപ്പറ്റി പറയാൻ, അവ ഇന്ന കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, ഇന്ന കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട്, അവരെ സംരക്ഷിക്കാനൊക്കെ അവർക്ക് പ്രാപ്തിയുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒന്നുമില്ലല്ലോ. ഒരു പ്രമാണവുമില്ല. അത്തരം സംഗതികളെക്കുറിച്ചാണ് അതിനെയാണ് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്രമികൾക്ക് ഒരു സഹായവും ഇല്ല എന്നുകൂടി പറയുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.